കൂട്ടുകാരെ, ഇന്നു ഞാൻ പറയാൻ പോകുന്നതു ഒരു സത്യസന്ധനായ മരം വെട്ടുകാരന്റെ കഥയാണ്. പച്ചപ്പാർന്ന വയലുകളും മരങ്ങളും ചുറ്റിപ്പറ്റിയ ഒരു ചെറിയ ഗ്രാമത്തിൽ രാമു എന്ന കർഷകൻ താമസിച്ചിരുന്നു. അവൻ ശക്തനും കഠിനാധ്വാനിയുമായിരുന്നു. അവന് പണം കുറവായിരുന്നെങ്കിലും അവനുണ്ടായിരുന്ന ഏറ്റവും വിലമതിക്കാവുന്ന സമ്പത്ത് സത്യസന്ധത ആയിരുന്നു. ഗ്രാമത്തിന്റെ അറ്റത്തുള്ള ചെറിയ കുടിലിൽ അവൻ ഭാര്യയോടൊപ്പം താമസിക്കുകയായിരുന്നു. അവർ ലളിതമായ ജീവിതം നയിച്ചെങ്കിലും പലപ്പോഴും ഉപജീവനത്തിനായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. ഒരു ദിവസം രാവിലെ അവർ പതിവ് പോലെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, "ഈ ഭക്ഷണം കൂടി മാത്രമേ ഇനി നമ്മുടെ പക്കലുള്ളൂ." രാമു പുഞ്ചിരിച്ചു. "വിഷമിക്കേണ്ട, എന്റെ കോടാലി ഇന്നും നമ്മെ സഹായിക്കും." പതിവ് പോലെ അവൻ കാട്ടിലൂടെ നടന്ന് നദിക്കരയിലെത്തി. ശാന്തമായി ഒഴുകുന്ന നദിയുടെ അരികിലെ ഒരു മരം അവൻ വെട്ടാൻ തുടങ്ങി. വീണ്ടും വീണ്ടും കൊടാലി വീശിക്കൊണ്ട് അവൻ കഠിനമായി പരിശ്രമിച്ചു. പെട്ടെന്ന് അവന്റെ കൈ വഴുതി. കൊടാലി കൈയിൽ നിന്ന് തെറിച്ച് നേരെ നദിയിലേക്ക് വീണു. രാമു ഞെട്ടി നദിക്കരയിലേക്ക് ഓടിച്ചെന്നു. പക്ഷേ നദി ആഴവും ഇരുണ്ടതുമായതിനാൽ കൊടാലി അവന് കാണാനായില്ല. "അയ്യോ!" അവൻ സങ്കടത്തോടെ നിലവിളിച്ചു. "എന്റെ കൊടാലി, ഇതില്ലാതെ ഞാൻ കുടുംബത്തെ എങ്ങനെ പോറ്റും?" വേദനയോടെ അവൻ തല താഴ്ത്തിയിരുന്നു. അവൻ കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിച്ചു. "ദൈവമേ, ദയവായി എന്നെ സഹായിക്കണമേ. എനിക്ക് ഇതല്ലാതെ മറ്റൊന്നുമില്ല." അപ്പോഴേക്കും നദിയുടെ മുകളിൽ നിന്നും ഒരു വെളിച്ചം പ്രത്യക്ഷപ്പെട്ടു. വെള്ളം മിന്നിമറഞ്ഞു. സ്വർണ്ണപ്രഭയിൽ തിളങ്ങുന്ന ദിവ്യരൂപം നദിയിൽ നിന്നുയർന്നു. "എന്തിനാണ് നീ കരയുന്നത് മകനേ?" ദൈവം സ്നേഹത്തോടെ ചോദിച്ചു. രാമു വിനയത്തോടെ നമസ്കരിച്ചു. എല്ലാം വിശദീകരിച്ചു പറഞ്ഞു. "എന്റെ കോടാലി നദിയിൽ വീണുപോയി. അതില്ലാതെ എനിക്ക് കുടുംബത്തെ പോറ്റാൻ കഴിയില്ല." ദൈവം കരുണയോടെ അത് കേട്ടു. എന്നിട്ട് ദൈവം നദിയിലേക്ക് അപ്രത്യക്ഷനായി. കുറച്ചു നിമിഷങ്ങൾക്കു ശേഷം സ്വർണത്തിൽ തിളങ്ങുന്ന ഒരു കോടാലിയുമായി ദൈവം നദിയിൽ നിന്നും ഉയർന്നു വന്നു. "ഇത് നിന്റേതാണോ?" അദ്ദേഹം ചോദിച്ചു. രാമു അതിശയത്തോടെ നോക്കി, പക്ഷേ തലകുലുക്കി പറഞ്ഞു, "അല്ല ദൈവമേ, ഇത് എന്റേതല്ല." ദൈവം വീണ്ടും നദിയിലേക്ക് പോയി. ഈ തവണ വെള്ളിയിൽ തിളങ്ങുന്ന ഒരു കോടാലിയുമായി തിരികെ വന്നു. "ഇത് നിന്റേതാണോ?" "അല്ല ദൈവമേ, എന്റേത് പഴയ ഇരുമ്പ് കൊടാലിയാണ്." രാമു സത്യസന്ധമായി പറഞ്ഞു. മൂന്നാം തവണ ദൈവം നദിയിലേക്ക് പോയി. ഈ തവണ രാമുവിന്റെ പഴയ ഇരുമ്പ് കോടാലിയുമായി ഉയർന്നു. രാമുവിന്റെ മുഖം സന്തോഷത്തിൽ തിളങ്ങി. "അതെ, അതാണ് എന്റെ കോടാലി." ദൈവം സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. "നിന്റെ സത്യസന്ധത എന്നെ സന്തോഷിപ്പിച്ചു. ഈ 3 കോടാലികളും നീ സമ്മാനമായി എടുത്തോളൂ." സ്വർണപ്രകാശം ചുറ്റും നിറഞ്ഞു. രാമു കണ്ണീരോടെ നന്ദി പറഞ്ഞു. "നന്ദി ദൈവമേ, ഈ അനുഗ്രഹം ഞാൻ ഒരിക്കലും മറക്കില്ല." ദൈവം അവിടെ നിന്നും അപ്രത്യക്ഷനായി. ആ വൈകുന്നേരം രാമു സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. 3 കോടാലികളും ഭാര്യയെ കാണിച്ചു. എന്നിട്ട് നടന്നതെല്ലാം ഭാര്യയോട് പറഞ്ഞു. അവൾ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും കൂടി അവനെ നോക്കി. "നിന്റെ സത്യസന്ധതയാണ് നമ്മെ രക്ഷിച്ചത്." അവൾ അഭിമാനത്തോടെ പറഞ്ഞു. ഗുണപാഠം: എപ്പോഴും സത്യസന്ധരും സത്യവാന്മാരുമായിരിക്കണം. നല്ല സ്വഭാവവും സത്യസന്ധതയും ജീവിതത്തിൽ ബഹുമാനവും വിശ്വാസവും പ്രതിഫലവും കൊണ്ടുവരുന്നു.